ദിവസത്തിനകത്ത് മൈജിയുടെ ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പൊ ടാസ്ക് തരുന്ന വീട്ടിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരമായിരുന്നു. ടാസ്ക് ടിവിയില് മൈജിയുടെ ഓരോ ഉൽപ്പന്നങ്ങളുടെ ഫോട്ടോസ് കാണിക്കും. ആ ഫോട്ടോസും താഴെ നിലത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ഉൽപ്പന്നത്തിന്റെ ഫോട്ടോയാണോ കാണിക്കുന്നത് ആ ഉൽപ്പന്നത്തിലേക്ക് ഓടി ചെന്ന് കയറി നിൽക്കണം. ആ ടാസ്ക് തുടങ്ങി കുറേ നേരം ആദ്യമേ ഫസ്റ്റിലത്തെ റൗണ്ടിൽ തന്നെ ഓരോരുത്തർ ഔട്ട് ആവുന്നുണ്ട്. അപ്പം ഔട്ട് ആവുന്ന കൂട്ടത്തിൽ ഇതില് തന്നെ കയറി നിൽക്കാനായിട്ട് ഓടി വരുന്ന കൂട്ടത്തില് ഇപ്പം ജിസേല് വന്ന് ബിന്നിയും ജിസേലും കൂടെ ഒരെണ്ണത്തിനകത്ത് കയറി നിൽക്കുന്നു. ജിസേല് ബിന്നിയെ തള്ളിക്കളയുന്നുണ്ട്. ഒനിയലും ബിന്നും കൂടെ ഒരു കളത്തിനകത്ത് കയറി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷും നമ്മുടെ അനുക്കുട്ടിയും കൂടെ ആദ്യമേ ഒരു ഇതിൽ കയറി നിൽക്കുന്നു. അവിടുന്ന് പിന്നെ അനുമോളെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ആ ടാസ്ക് ക്യാൻസൽ ചെയ്ത് വീണ്ടും പിന്നെ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ജിഷിനും നമ്മുടെ അനീഷും കൂടെ ഒരെണ്ണത്തിനകത്ത് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ജിഷിനാണ് അനീഷിനെ പിടിച്ച് തള്ളാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അനീഷ് നിലത്തിരിക്കുന്നുണ്ട്. ജിഷിനാണ് അനീഷിനെ ചവിട്ടുന്നുണ്ട്. നിന്നെ കൂട്ടുകാരെ ഇത് ഞാൻ കൊന്നു കളയുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ആ ജിഷിൻ അവിടെ നിന്ന് ഔട്ടാവുന്നു. ജിഷിൻ ഔട്ടായി കഴിയുമ്പോൾ നമ്മുടെ ജിഷിൻ അനീഷിനെ നേരെ ചീറിക്കൊണ്ട് ചെല്ലുന്നു. നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല, ഞാൻ എന്നെ അറിയത്തില്ല, നിനക്ക് എന്റെ സ്വഭാവം, നീ പുറത്തിറങ്ങി ഞാൻ കാണിച്ചു തരാന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അനീഷും വിട്ടുകൊടുക്കുന്നില്ല. നീ ആരടാ എന്നെ കാണിക്കാനായിട്ട്, എങ്കിലും നിനക്കൊന്ന് കാണണമല്ലോ, നീ എന്നെ അടവൊന്നും എൻ്റെ അടുത്ത് വേണ്ടത് നമ്മുടെ അനീഷും പറയുന്നുണ്ട്. പിന്നെ എന്തായാലും ആ ടാസ്ക് ഓരോരുത്തരായിട്ട് ഒന്നും രണ്ടു പേരൊക്കെ ആയിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറുന്നുണ്ട്, ഔട്ട് ആവുന്നുണ്ട്. അങ്ങനെ ഔട്ടായിട്ട് അവസാനം നമ്മുടെ ആർക്കാ കിട്ടുന്നത്, നിവിനാണ് ആ ടാസ്ക് കിട്ടുന്നത്. ആ ടാസ്കിൽ നമ്മുടെ മൈജിയിൽ ചെന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങാനുള്ള അവസരമാണ് നിവിന് കിട്ടിയിരിക്കുന്നത്.